തിരുവനന്തപുരത്ത് ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ SFI പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നമ്മൾ കാണുന്നത്. പോലീസ് ഉയർത്തിയ ബാരിക്കേഡ് പൊളിച്ചു മാറ്റാൻ വേണ്ടി SFI പ്രവർത്തകർ ശ്രമിക്കുന്നു. പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങളുമായുണ്ട്. ഉമേഷ്, പറയൂ. ഇപ്പോൾ SFI പ്രവർത്തകർ ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറി. പക്ഷെ എന്നാൽ സർവകലാശാലയ്ക്ക് പുറത്ത് വരുണിൽ രണ്ട് ഭാഗത്തു നിന്നും ഒരേ സമയം ജലപീരങ്കിയും പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ SFI പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുന്നിലുണ്ട്. ചില പ്രവർത്തകർ ബാരിക്കേഡുകൾ മറികടന്ന് അകത്ത് കയറി. അവിടെ ഇപ്പോൾ ഈ ബാരിക്കേഡുകൾ കെട്ടഴിച്ചു മാറ്റുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. എന്തായാലും ശക്തമായ പ്രതിഷേധമാണ് SFI പ്രവർത്തകർ നടത്തുന്നത്. കാരണം അവരുടെ ദിവസങ്ങളായുള്ള ആവശ്യമാണ് സർവകലാശാല കലോത്സവം അവതരിപ്പിക്കുക, കലോത്സവം നടത്താൻ കലോത്സവത്തിന്റെ ഫണ്ട് അനുവദിക്കണം. പക്ഷേ ഇതുവരെ കലോത്സവം നടത്താനുള്ള ഫണ്ട് സർവകലാശാല അനുവദിച്ചിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് ഈ സമരം. എന്തായാലും SFI പ്രവർത്തകർ ഇപ്പോൾ മതിൽ ചാടി കിടക്കുന്നു. ഒരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡുകളുടെ കെട്ടഴിച്ചു മാറ്റി കൂടുതൽ പ്രവർത്തകരെ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറ്റാനുള്ള ശ്രമങ്ങളും നടത്തുകയാണ്. നമ്മൾ കണ്ടതാണ് സർവകലാശാലയിലെ വിവിധ പ്രതിഷേധങ്ങൾ. സർവകലാശാലയ്ക്ക് അകത്ത് കയറി സർവകലാശാലയുടെ പ്രധാന കവാടങ്ങൾ തള്ളിത്തുറന്ന് VC-യുടെ ചേംബറിന് മുന്നിൽ വരെ എത്തിയുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം SFI പ്രവർത്തകർ നടത്തുന്നു. ഇപ്പോഴും രണ്ട് ഭാഗങ്ങളിൽ നിന്നും ജലപീരങ്കി പ്രയോഗിക്കുന്നുണ്ട്. പക്ഷേ ആ ജലപീരങ്കി പ്രയോഗിക്കുന്നെങ്കിലും അതിലൊന്നും തളരാതെ SFI പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾക്ക് കെട്ടഴിച്ചു മാറ്റി SFI പ്രവർത്തകരെ അകത്തേക്ക് കടത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ്. നിരവധി പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ മറികടന്ന് മതിൽ ചാടിക്കടന്ന് ഈ ബാരിക്കേഡുകൾ അഴിച്ചു മാറ്റുന്ന കാഴ്ചകൾ അഴിച്ചു മാറ്റുകയാണ്. എന്തായാലും ശക്തമായ പ്രതിഷേധം. മുന്നിൽ SFIയുടെ സംസ്ഥാന നേതൃത്വം അടക്കമുള്ളവർ ഈ ബാരിക്കേഡുകൾക്ക് മുന്നിലുണ്ട്. ശിവപ്രസാദ് അടക്കമുള്ളവർ ഇപ്പോൾ ബാരിക്കേഡുകൾ മാറ്റുകയാണ്. ബാരിക്കേഡുകൾ ഇപ്പോൾ SFI പ്രവർത്തകർ, അതായത് സർവകലാശാലയ്ക്ക് മുന്നിലുണ്ടായിരുന്ന ബാരിക്കേഡുകൾ കെട്ടഴിച്ച് പൂർണ്ണമായി മാറ്റി SFI പ്രവർത്തകർ ഉടൻ തന്നെ ഈ പൂർണ്ണമായി സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. സർവകലാശാല കവാടത്തിന് മുന്നിൽ രാപ്പകൽ സമരം നടക്കുകയാണ്. ഇന്നലെ ആരംഭിച്ച രാപ്പകൽ സമരം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും SFI പ്രവർത്തകർ അകത്തേക്ക് കയറുകയാണെങ്കിൽ അകത്തും വലിയ പോലീസ് വിന്യാസം ഉണ്ട്. VC-യുടെ ചേംബറിലേക്കും രജിസ്ട്രാറുടെ ചേംബറിലേക്കും മുന്നിൽ വലിയ രീതിയിൽ പോലീസ് വിന്യാസം നടത്തിയിട്ടുണ്ട്. പക്ഷേ സർവകലാശാലയിലെ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കുറച്ചു കാലമായി ഒരു ഇടവേളയുണ്ടായിരുന്നു. എന്തായാലും ആ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കേരള സർവകലാശാല പരിസരവും കേരള സർവകലാശാല പ്രധാന ക്യാമ്പസും ഒരു പ്രതിഷേധങ്ങളുടെ പ്രധാന കേന്ദ്രമായി മാറുകയാണ്. എന്തായാലും ഇത്തവണ സർവകലാശാല കലോത്സവം നടത്തുന്നതിനുള്ള ഫണ്ട് അനുവദിക്കണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ SFI പ്രവർത്തകർ മുന്നിലുള്ളത്. അവരുടെ പ്രതിഷേധവുമായി മുന്നിലുള്ളത്. എന്തായാലും SFI പ്രവർത്തകർ അവർ ബാരിക്കേഡുകൾ അഴിച്ചു മാറ്റി അവരുടെ പ്രതിഷേധം ഇപ്പോൾ സർവകലാശാലയ്ക്ക് അകത്തേക്ക് കയറ്റാനുള്ള സർവകലാശാലയുടെ പ്രതിഷേധം സർവകലാശാലയ്ക്ക് അകത്തേക്ക് നടത്താനുള്ള ശ്രമത്തിലാണ്. എന്തായാലും ഇന്ന് വൈസ് ചാൻസലർ സർവകലാശാലയിലേക്ക് എത്തിയിട്ടില്ല. വൈസ് ചാൻസലർ എത്തിയാൽ തടയുമെന്ന് SFI പ്രവർത്തകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. എന്തായാലും വൈസ് ചാൻസലർ ചുമതലയുള്ള ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഇപ്പോൾ സർവകലാശാലയ്ക്ക് അകത്ത് കയറിയ പ്രവർത്തകർ മുദ്രാവാക്യവുമായി അകത്തേക്ക് പോവുകയാണ്. ഇനി ഇവിടെ ഇന്നലെ മുതൽ രാപ്പകൽ സമരം നടത്തുന്നുണ്ടായിരുന്നു. അതും ഇതേ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് രാപ്പകൽ സമരം നടത്തുന്നത്. എന്തായാലും ഈ അകത്ത് കയറിയ പ്രവർത്തകർ അകത്തേക്കില്ല, പുറത്തു നിന്ന് സമരം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് അകത്ത് കയറിയ പ്രവർത്തകരെ ജില്ലാ നേതൃത്വം അടക്കമുള്ളവർ ഇടപെട്ട് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം അകത്ത് വലിയ പോലീസ് വിന്യാസമുണ്ട്. അകത്ത് കയറിയാൽ ശക്തമായ നടപടി ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് നേരത്തെ തന്നെ പോലീസ് നൽകിയിരുന്നു. ഒരുപക്ഷെ ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് അകത്ത് രാപ്പകൽ സമരം ഒരു ഭാഗത്ത് സമാധാനപരമായ രാപ്പകൽ സമരം നടത്തുന്നുണ്ട്. ആ സാഹചര്യം കൂടി കണക്കിലെടുത്ത് സർവകലാശാലയ്ക്ക് മുന്നിൽ ഈ പ്രതിഷേധം നടത്തിയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും ബാരിക്കേഡുകൾ അഴിച്ചു മാറ്റി സർവകലാശാലയുടെ പ്രധാന കവാടത്തിൽ ഗേറ്റിന് മുകളിൽ കയറിയിരുന്ന ആ പ്രതിഷേധം അത് തുടരുകയാണ്. GK. ഹലോ. തിരുവനന്തപുരത്ത് കേരള സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ SFI പ്രവർത്തകർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ബാരിക്കേഡ് ഉയർത്തി SFI പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് ശ്രമിച്ചു. ബാരിക്കേഡ് തള്ളിമറച്ചിട്ട് അകത്തേക്ക് കടക്കാൻ വേണ്ടി ശ്രമിക്കുന്ന SFI പ്രവർത്തകരെ നമുക്ക് കാണാം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. SFI പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നു. പക്ഷേ പിന്തിരിഞ്ഞ് പോകാതെ അവർ ഒത്തുചേർന്ന് പ്രതിഷേധം കടുപ്പിക്കുകയാണ്. കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയ SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ കേരള സർവകലാശാല ബിൽഡിംഗിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിക്കുകയായിരുന്നു. പോലീസ് ബാരിക്കേഡ് ഉയർത്തി ഇവരെ തടഞ്ഞു. കലോത്സവവും സ്പോർട്സ് മീറ്റ് ഫണ്ടുകളും അനുവദിക്കാത്തതിനെതിരായിട്ടുള്ള കേരള സർവകലാശാലയിലേക്ക് നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. SFI പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. സർവകലാശാല ആസ്ഥാനത്ത് SFI മാർച്ച് പോലീസ് തടഞ്ഞു. ഇപ്പോൾ ബാരിക്കേഡ് തള്ളി മാറ്റി അകത്ത് കടക്കാൻ SFI പ്രവർത്തകർ ശ്രമിച്ചതാണ്. പോലീസ് ഇപ്പോൾ അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പോലീസ് ഉയർത്തിയ ബാരിക്കേഡുകൾ വിദ്യാർത്ഥികൾ തള്ളി മാറ്റിയ ശേഷം അവർ അകത്ത് കടക്കാൻ ശ്രമിക്കുകയാണ്. അടച്ചിട്ട പ്രധാന കവാടത്തിന് മുകളിലേക്ക് അവിടേക്ക് തള്ളിക്കയറാൻ വേണ്ടി SFI പ്രവർത്തകർ ശ്രമിക്കുന്നു. ഗേറ്റ് തള്ളി തുറന്ന് SFI പ്രവർത്തകർ ഇപ്പോൾ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നിരിക്കുന്നു. അവർ കേരള സർവകലാശാല ആസ്ഥാനത്തേക്ക് ഓടുകയാണ്. പോലീസ് നേരത്തെ ബാരിക്കേഡ് ഉയർത്തി പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ ബാരിക്കേഡ് മാറ്റി. പോലീസ് 2 വട്ടം നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷം വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാതെ അവർ സർവകലാശാലയ്ക്ക് മുന്നിലുള്ള അടച്ചിട്ട വാതിലുകൾ തള്ളി തുറന്നിപ്പോൾ സർവകലാശാല ബിൽഡിംഗിലേക്ക് ഇരച്ചു കയറുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. തിരുവനന്തപുരത്തെ കേരള സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന SFI പ്രതിഷേധത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ. മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധക്കാർ ഇപ്പോൾ പ്രധാന കവാടത്തിന് മുന്നിൽ നിൽക്കുന്നു. അവിടെ കവാടം അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഉമേഷ് ബാലകൃഷ്ണനോട് വിവരങ്ങളുമായി. ഉമേഷ്, വലിയ രീതിയിൽ ഈ പ്രതിഷേധക്കാരെ തടയാൻ പോലീസ് ശ്രമിച്ചില്ല എന്ന് നമ്മൾ കരുതേണ്ടി വരുമോ? കാരണം നേരത്തെ ബാരിക്കേഡ് ഉയർത്തിയിരുന്നു. അത് തള്ളി മാറ്റിയ ശേഷമാണ് വിദ്യാർത്ഥികൾ അകത്തേക്ക് പ്രവേശിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ചു. അവർ പിരിഞ്ഞു പോയില്ല. ഇപ്പോൾ സർവകലാശാല ആസ്ഥാനത്തെ പ്രധാന കവാടത്തിലേക്ക് അവർ ഓടിയെടുത്തിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും പ്രധാന കവാടത്തിൽ കടന്ന ഒരു അതിന് അകത്തൊരു ഗ്രില്ലുണ്ട്. എന്നാലും ആ ഗ്രില്ല് വരെ ഇപ്പോൾ SFI പ്രവർത്തകർ എത്തിയിരിക്കുന്നു. വലിയ രീതിയിൽ ഒരു തടഞ്ഞൊക്കെ നിർത്തിക്കൊണ്ട് പൂർണ്ണമായും SFI പ്രവർത്തകരുമായി ഒരു കയ്യാങ്കളി അല്ലെങ്കിൽ അത്തരത്തിൽ ബലം പ്രയോഗിച്ച് തടയുന്ന രീതിയിലേക്ക് പോലീസ് എത്തിയില്ല. പോലീസ് ഒരു നിയന്ത്രണത്തിൽ തന്നെയാണ് ഈ SFI പ്രതിഷേധത്തെ നേരിട്ടത്. മുൻകാലങ്ങളിലും പല ഘട്ടങ്ങളിലും ഈ SFI പ്രതിഷേധത്തെ ഇതേ രീതിയിൽ നേരിട്ടിരുന്നു. എന്തായാലും ഈ ബാരിക്കേഡുകൾ പോലീസ് കെട്ടി പൂർണ്ണമായി ബാരിക്കേഡ് കൊണ്ട് ഈ ഗേറ്റ് പൂർണ്ണമായി അടച്ചിരുന്നു. ആ ഗേറ്റ് അഴിച്ചു മാറ്റുമ്പോഴും പോലീസ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ബാരിക്കേഡുകളുടെ കെട്ട് അഴിച്ചു മാറ്റി SFI പ്രവർത്തകർ അകത്തേക്ക് കയറുമ്പോഴും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ ബലം പ്രയോഗിച്ച് SFI പ്രവർത്തകരെ തടയുന്നുണ്ടായിരുന്നു. എന്തായാലും SFI പ്രവർത്തകർ ഇപ്പോൾ ഇവിടെയാണ് രാപ്പകൽ സമരം. ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ സമരം ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇവിടെ എത്തി ഇപ്പോൾ SFI പ്രവർത്തകർ ഇവിടെ നിൽക്കുകയാണ്. ഇവിടെ ആ ഗ്രില്ലിൽ തൊട്ടകത്ത് കയറുന്ന, അതായത് VC-യുടെ ചേംബർ, ഇതിനുള്ളിൽ കയറിയാൽ മാത്രമേ VC-യുടെ ചേംബറിലേക്ക് കിടക്കാൻ കഴിയൂ. VC-യുടെ ചേംബറിലേക്ക് പോകുന്ന ഭാഗത്തെ ആ ഗ്രില്ല് പൂർണ്ണമായി ഇപ്പോൾ പോലീസ് അടച്ചിട്ടുണ്ട്. ആ ഗ്രില്ലിന് മുന്നിൽ പോലീസ് SFI പ്രവർത്തകരെ തടഞ്ഞിട്ടുണ്ട്. അവിടെ ഫ്ലക്സ് ഉയർത്തി തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തി അവിടെ മുദ്രാവാക്യം വിളിച്ച് SFI പ്രവർത്തകർ നിൽക്കുകയാണ്. എന്തായാലും അവരുടെ പ്രധാന ആവശ്യം ഈ പറഞ്ഞതുപോലെ സർവകലാശാല കലോത്സവം നടത്തിപ്പിന് ഫണ്ട് അനുവദിക്കുക, സർവകലാശാലയുടെ കായികമേളയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അവർക്ക് കായികമേളയിൽ പങ്കെടുക്കാനുള്ള ഫണ്ട് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. പക്ഷേ VC ഈ ഒരു പോലീസ് വിദ്യാർത്ഥികളെ അടിച്ചു താഴെ ഇറക്കുകയാണ്. പോലീസ് ലാത്തി പ്രയോഗം നടത്തുന്നു. നമുക്ക് കാണാം, വിദ്യാർത്ഥികളെ അടിച്ചു താഴെ ഇറക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സംഘർഷഭരിതമായി മാറിയിരിക്കുന്നു കേരള സർവകലാശാലയുടെ ആസ്ഥാനം. നേരത്തെ പോലീസ് ഉയർത്തിയ ബാരിക്കേഡെല്ലാം മറച്ചിട്ടാണ് പ്രതിഷേധക്കാർ പ്രധാന കവാടത്തിലേക്ക് ഓടിയെടുത്തത്. അവിടെ ഏറ്റവും മുന്നിലെ കവാടത്തിൽ അവിടെ ഗ്രില്ലുണ്ടായിരുന്നു. പ്രതിഷേധം കൂടുതൽ സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. VC മോഹനൻ കുന്നുമലിനെതിരായിട്ടുള്ള പ്രതിഷേധം കൂടിയായി ഇത് മാറുകയാണ്. തിരുവനന്തപുരത്തുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർവകലാശാല ആസ്ഥാനത്ത് നടക്കുന്ന SFI പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിമാറിയിരിക്കുന്നു. കലോത്സവം സ്പോർട്സ് മീറ്റ് ഫണ്ടുകൾ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള സർവകലാശാലയിലേക്ക് SFIയുടെ പ്രതിഷേധം നടന്നത്. പോലീസ് ഉയർത്തിയ ബാരിക്കേഡ് മറച്ചിട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ സർവകലാശാല ആസ്ഥാനത്തേക്ക് തള്ളിക്കയറുകയായിരുന്നു. പ്രധാന കവാടത്തിലെത്തിയ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ഇപ്പോൾ ലാത്തി വീശുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പിരിഞ്ഞു പോകാതെ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി സംഘം കൂടി നിൽക്കുകയാണ് സർവകലാശാല ആസ്ഥാനത്തെ പ്രധാന കവാടത്തിന് മുന്നിൽ. ഉമേഷ് ബാലകൃഷ്ണൻ, ജിബിൻ JB എന്നിവർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് തത്സമയ വിവരങ്ങളുമായി. ജിബിൻ, സർവകലാശാല ആസ്ഥാനത്തേക്ക് ഇരച്ചു കയറുകയായിരുന്നു SFI പ്രതിഷേധക്കാർ. അവർക്ക് നേരെ പോലീസ് ഇപ്പോൾ ലാത്തി വീശുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അവിടെ നടക്കുന്നത്? സർവകലാശാല അകത്തേക്ക് കടന്ന പ്രതിഷേധ മാർച്ച് ഇപ്പോൾ അക്രമാസക്തമാകുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഗേറ്റിന്റെ അകത്ത് നിന്ന് വിദ്യാർത്ഥികൾ പ്രതിഷേധക്കാരെ പോലീസ് തടയാനായി ഉപയോഗിച്ചിരുന്ന ബാരിക്കേഡ് പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റി
ഗേറ്റും തള്ളി തുറന്നുകൊണ്ടാണ് സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നത്. പക്ഷേ ഈ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് കയറുന്ന സമയത്ത് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ പോലും പോലീസ് ശ്രമിച്ചിരുന്നില്ല. കാരണം ഈ വലിയ രീതിയിൽ തന്നെ ഒരു പ്രതിഷേധ മാർച്ചുമായി എത്തിയ വിദ്യാർത്ഥികളെ ജലപീരങ്കി ഉപയോഗിച്ച് മാത്രമാണ് പ്രതിഷേധക്കാരെ പോലീസ് തടയാനായി ശ്രമിച്ചത്. പക്ഷേ ആ ജലപീരങ്കി തടഞ്ഞ് പിന്നീട് അവർ ഈ സർവകലാശാല ആസ്ഥാനത്തെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ബാരിക്കേഡ് പൂർണ്ണമായി വിദ്യാർത്ഥികൾ മാറ്റുമ്പോഴും പോലീസ് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ ഓടി സർവകലാശാല ആസ്ഥാനത്തേക്ക് കയറുന്നത്. പക്ഷേ അവിടെ വെച്ച് ഈ സർവകലാശാല ആസ്ഥാനത്തെ ഫ്രണ്ട് ഗേറ്റിൽ വെച്ച് വിദ്യാർത്ഥികളെ പോലീസ് തടഞ്ഞു. ഇതിന് തൊട്ട് പിന്നാലെയാണ് VC-യുടെ ചേംബർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വിദ്യാർത്ഥികൾ ഈ മെയിൻ ബിൽഡിംഗിന്റെ സൈഡിൽ കൂടി അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. അവിടെ വെച്ചാണ് പോലീസ് വിദ്യാർത്ഥികളെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് വിദ്യാർത്ഥികളും പോലീസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു കാഴ്ചയാണ് സർവകലാശാല ആസ്ഥാനത്തുണ്ടായത്. നമ്മൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് പോലീസ് ഒരു പ്രതിരോധം തീർക്കുകയാണ്. കാരണം പോലീസ് അകത്തുള്ള പോലീസിനേക്കാളും എണ്ണമുണ്ട്. വിദ്യാർത്ഥികൾ അവരെ തടയുന്നതിന് വേണ്ടി ഇപ്പോൾ നിലവിൽ ഈ സർവകലാശാല ആസ്ഥാനത്തിന്റെ അകത്തുള്ള പോലീസിന് സാധിക്കുന്നതല്ല. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ VC-യുടെ ചേംബർ ഇരിക്കുന്ന ഭാഗത്തേക്ക് മതിൽ ചാടി കയറിയൊക്കെ എത്തിയിട്ടുണ്ട്. അവരെ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് ആദ്യഘട്ടത്തിൽ കയറിയ 1-2 വിദ്യാർത്ഥികൾ അവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്തിരുന്ന പോലീസ് ലാത്തി വീശുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നീട് വിദ്യാർത്ഥികൾ ഇത്രയും പേർ ഇരച്ചെത്തി ഈ സർവകലാശാല ആസ്ഥാനത്ത് VC-യുടെ ചേംബർ ഇരിക്കുന്ന ഭാഗത്തേക്കാണ് വിദ്യാർത്ഥികൾ എല്ലാവരും ഇപ്പോൾ എത്തിയിരിക്കുന്നത്. നേരത്തെ പ്രതിഷേധ മാർച്ചുമായി എത്തി പുറത്തുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കൂടി ഇതിലേക്ക് എത്തിയപ്പോൾ അത് പോലീസിനെ തടയാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട്. കാരണം പോലീസിന് ഇനി വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് മാറ്റുന്നെങ്കിൽ അതൊരു ലാത്തി ചാർജിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. എന്തായാലും സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കാരണം നമുക്കറിയാം ഈ വിദ്യാർത്ഥികൾ ഇത്രയും അധികം വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന പോലീസ് നേരത്തെ കണ്ടതാണ്. പക്ഷേ അവരെ ഗേറ്റിന്റെ അകത്ത് വെച്ച് ഇത്രയും വലിയൊരു സംഘർഷം ഒഴിവാക്കാൻ പോലീസിന് സാധിക്കുമായിരുന്നു. കാരണം ഗേറ്റിന്റെ അവിടെ പോലീസ് മതിയായിട്ടുള്ള രീതിയിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ബാരിക്കേഡുകൾ വിദ്യാർത്ഥികൾ പൂർണ്ണമായി അഴിച്ചു മാറ്റുന്ന സമയത്ത് പോലീസ് നോക്കി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. പോലീസ് വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ പോലും ആ ഘട്ടത്തിൽ ശ്രമിച്ചിരുന്നില്ല. പിന്നീടാണ് ഇത്രയും അധികം വിദ്യാർത്ഥികൾ ഈ ഗേറ്റും തുറന്നുകൊണ്ട് സർവകലാശാല ആസ്ഥാനത്തിന്റെ അകത്തേക്ക് ഓടിക്കയറി വിദ്യാർത്ഥികളെ മെയിൻ ഗേറ്റിനെ, അതായത് ഈ സർവകലാശാലയിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ഭാഗം ഗ്രില്ലിട്ടിരിക്കുന്ന ആ ഒരു ഭാഗത്ത് വെച്ച് മാത്രമാണ് വിദ്യാർത്ഥികളെ പോലീസ് തടയാൻ ശ്രമിച്ചത്. പക്ഷേ അതേ സമയത്ത് തന്നെ കൂടുതൽ വിദ്യാർത്ഥികൾ ഈ VC-യുടെ ചേംബർ ഇരിക്കുന്ന ഭാഗം യൂണിവേഴ്സിറ്റിയുടെ ഇടതുവശത്തേക്ക് എത്തിയും അവിടെ നിന്നായി മതിൽ ചാടി അകത്തേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടെ ആ സമയം വിദ്യാർത്ഥികളെയൊക്കെ തടയാൻ വേണ്ട പോലീസിനെ ആ സൈഡിൽ പോലീസിനെ വിന്യസിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്നാണ് ഉണ്ടായിരുന്ന പോലീസുകാരും വിദ്യാർത്ഥികളും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും ആ ഒരു സംഘർഷാവസ്ഥ തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. കാരണം ഈ വിദ്യാർത്ഥികളെല്ലാം ഇപ്പോൾ VC ചേംബറിന്റെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. രജിസ്ട്രാറിന്റെ ഓഫീസിന് മുന്നിലാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൂടുതൽ പോലീസ് അകത്തേക്ക് കയറിയിട്ടുണ്ട്, പ്രത്യേകിച്ച് വനിതാ പോലീസ് ഉൾപ്പെടെ. കാരണം ഈ വിദ്യാർത്ഥികൾ ഏറിയ ഭാഗവും വനിതകളാണ്. അതുകൊണ്ട് തന്നെ വനിതാ പോലീസ് ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ അകത്തേക്ക് കയറിക്കൊണ്ട് ഈ വിദ്യാർത്ഥികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. GK. ഓക്കെ, നിതിൻ JB ആണ് അവിടെ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നുകൊണ്ടിരിക്കുന്നത്. സർവകലാശാല വളഞ്ഞ SFI പ്രവർത്തകർ കലോത്സവം സ്പോർട്സ് മീറ്റ് ഫണ്ടുകൾ അനുവദിക്കാത്തതിനെതിരെയാണ് കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് SFI പ്രതിഷേധം ആരംഭിച്ചത്. ആ പ്രതിഷേധം ഇപ്പോൾ സംഘർഷഭരിതമായി കലാപശാലയിലേക്ക് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ കൂടി ചേരുകയാണ്. ഉമേഷ്, ഇവരുടെ ആവശ്യം ഈ ഫണ്ട് അനുവദിക്കുക എന്നതാണ്. അപ്പോൾ ആ ഫണ്ട് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോൾ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു. പോലീസിന് ഒരു പരിധിവരെ അവരെ നിയന്ത്രിക്കാനാകാത്ത ഒരു അവസ്ഥയെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കൂടെ കാണുന്നുണ്ട്. എന്താണ് ഇപ്പോൾ വിദ്യാർത്ഥികളുടെ നിലപാട്? പ്രധാനമായി 2 ആവശ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, സർവകലാശാല ഫണ്ട് അനുവദിക്കുക, സർവകലാശാലയുടെ കലോത്സവം നടത്തുന്നതിനുള്ള ഫണ്ട് അനുവദിക്കുക എന്നുള്ളതാണ്. 2, കായികമേളയ്ക്ക് വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി തലത്തിൽ ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഉന്നത തലങ്ങളിലേക്ക് പോകാൻ കായികമേള ഫണ്ട് അനുവദിക്കുക എന്നീ ആവശ്യങ്ങളാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. എന്തായാലും ഈ ആവശ്യം പൂർണ്ണമായി നിരാകരിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് SFI ചുരുങ്ങിയത്. എന്തായാലും ഇപ്പോൾ രജിസ്ട്രാറുടെ ചേംബറിന് മുന്നിലെത്തി പ്രതിഷേധിക്കുകയാണ്. എന്തായാലും VC-യുടെ ചേംബറിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ, VC-യുടെ ചേംബറിന്റെ ഭാഗത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. ആ ഭാഗത്തേക്കുള്ള ഗ്രില്ല് പൂർണ്ണമായി കൂട്ടിയിരുന്നു. പക്ഷേ തൊട്ട് സമീപത്ത് സർവകലാശാലയിലേക്ക് കയറുന്ന ഭാഗത്ത് ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ഈ VC-യുടെ രജിസ്ട്രാറുടെ ചേംബറിന് മുന്നിലെത്തി ഇപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും സർവകലാശാലയിലെ പ്രതിഷേധം കഴിഞ്ഞ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വളരെ ശക്തമായ SFI പ്രവർത്തകരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. SFIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ ഈ സമരത്തിന്റെ ഭാഗമായി നേതൃനിരയിൽ തന്നെയുണ്ട്. ഈ രീതിയിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് SFI പ്രവർത്തകർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.